കുശുമ്പ് കുശുമ്പ് ക്രിസ്മസ് വന്നേ ക്രിസ്മസ് വന്നേ ക്രിസ്മസ് വന്നേ ഇത് വന്നു അടുത്ത ഫേക്ക് അവിടെ നശിപ്പിച്ചു വെച്ചിട്ട് വന്നിട്ടുള്ള അഹങ്കാര കട്ടപ്പ ഈ കട്ടപ്പ സ്റ്റൈൽ എങ്ങനെയുണ്ട് താടിമുടല് പിന്നെ മറ്റേ വേടന്റെ പാട്ട് കടല്ലമ്മ കരഞ്ഞല്ല പറ്റത് ചേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ ആടിക്കോട്ട ഹലോ ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി താടിയും പൊട്ടും. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ഓൾ ബട്ടൺ അമർത്താനും. അതായത് സൈഡിൽ ഇപ്പൊ എന്തായാലും ക്രിസ്മസ് ഡിസംബർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ ജിംഗിൾ ബെൽ ഇപ്പൊ സൈഡിൽ ഇങ്ങനെ കിടന്ന് തൂങ്ങുന്നുണ്ട്. ആ വലിയ സ്റ്റാറിടെ ഇവിടെ ചേട്ടനാണ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ബെൽ ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാ പുതിയ ആളുകൾക്ക് നമ്മുടെ പഴയ വീഡിയോസും ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരും, പുതിയ നോട്ടിഫിക്കേഷൻസ് വരും, ഞങ്ങളുടെ കോമഡി ഷോർട്സ് വരും, റൊമാൻറ്റിക് സോങ്സ് വരും, നമ്മൾ ചെയ്ത പരസ്യങ്ങൾ വരും. അപ്പൊ നമ്മളെ ഈ വർഷത്തെ സ്റ്റാറിടല് ലൈറ്റ് ഇടല് സംഭവങ്ങളുടെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ കണ്ടു ഭയങ്കര എക്സൈറ്റഡും ത്രില്ലിലും. അവനറിയാം അവൻ സ്റ്റാറുകള് കടയിലേക്ക് പോയപ്പോ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലം കണ്ടിട്ടുണ്ട്. സ്റ്റാർ പള്ളിയിൽ ഇരിക്കുമ്പോ സ്റ്റാർ 1 2 3 4 5 10 സ്റ്റാർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റാർ അപ്പനെ അതിന് ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് കിട്ടണ്ടേ, ഞായറാഴ്ച ജോലി ഉണ്ട്, എല്ലാ ദിവസവും ജോലി പാതിരാത്രിക്ക് വരണം. അപ്പൊ ഇപ്പൊ എന്തായാലും ഇപ്പോഴും നൈറ്റ് കൂരിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നെങ്കിലും ഇട് കൊച്ചു കുറെ സ്റ്റാർ എന്ന് പറയുന്നു. ദേ നമ്മുടെ ചിമ്പു അവിടെ കാത്തിട്ടുണ്ട് സ്റ്റാർ ഇടാനായിട്ട് ഗായ്സ്. അല്ല ചിമ്പുക്ക അപ്പൊ നമ്മൾ സ്റ്റാർ ഇടാൻ പോവാണ്, അതിന്റെ വീഡിയോ ആണ്. അപ്പൂസിന്റെ ബൾബ് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ് 2 സ്റ്റാറുകളാണ്. അപ്പൊ അപ്പൂസടക്കം ഞങ്ങളുടെ വലിയൊരു സ്റ്റാർ. ഇനി ഞാൻ എടുക്കാം, ഇവരിടട്ടെ. അപ്പൊ അതിന്റെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റാർ സ്റ്റാർ സ്റ്റാർ. അപ്പൊ അതേ മാലലൈറ്റ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാലവളവ് ദേ ഇപ്രാവശ്യം ഒന്നും പേടിക്കേണ്ടൊന്നും വന്നില്ല, എല്ലാം കഴിഞ്ഞ കൊല്ലത്തെ ഉണ്ട് കേട്ടോ. പക്ഷെ വയറ കേടായി. ഇപ്പൊ സ്റ്റാറിലേക്കുള്ള അത് വേറെ മേടിക്കേണ്ടി വന്നു. വയറ എന്താ ഇതിനെ പറയാ, ഹോൾഡറോ വയറ. അതിന്റെ സെറ്റപ്പ് കാര്യങ്ങളാണ്. പഴയ സ്റ്റാർ അതിസ് കണ്ട ഇവിടെ അപ്പൂസിന്റെ മോളില് നമ്മുടെ സ്റ്റാർ ഭാവി താരം. എന്താ തീരെ സന്തോഷം കണ്ട ഗൈസ്. അപ്പൊ ഡിസംബർ ആണ്. അപ്പൊ ഒന്നും വർക്ക് ചെയ്യാനുള്ള സാറൊക്കെയാണ് ഇടുന്നത്. അതെ ഗൈസ്, ഞങ്ങള് വർക്ക് ചെയ്തില്ലെങ്കിലും ഇടും ഗൈസ്. ഇപ്പൊ കത്തിയില്ലെങ്കിലും ഇത് ഇടണം, കാലത്തെങ്കിലും കാണാം. വയറാണ് മേടിച്ച പുത്തം പോലെ ഇരിക്കുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല, സാധനം എടുത്ത് കളഞ്ഞു. ഇങ്ങനെ തൊട്ടാ പൊട്ടി പോവാ വയറ. അത് കാരണം അത് പിന്നെ പുതിയത് വയറ മാത്രം മേടിച്ചു. സ്റ്റാറുകൾ രണ്ടും കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ. അപ്പൊ അതും പുതിയത് മേടിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടീന്റെ. വിവരറിഞ്ഞാനെ ഇപ്പൊ വിവരറിഞ്ഞാനെ അവിടെ നിന്ന് ആദിച്ചുക്കുട്ടമ്പി. ഇനി സ്റ്റാർ കാണുമ്പോൾ അവന്റെ ഒരു സന്തോഷം നോക്കാം. പൊട്ടീന്നുണ്ട് ആളുടെ മുഖം നോക്കൂ. അപ്പൊ അത് കഴിഞ്ഞു, അതിന്റെ പണി കഴിഞ്ഞു. എന്റെ അമ്മ നിർത്തട്ടെ. കഴിഞ്ഞാലത്തെ ചേട്ടന്മാര് നമ്മളോട് ചോദിച്ചല്ലേ കാലം വരുന്നില്ലേന്ന്. അപ്പൊ നമ്മുടെ കയ്യിലൊന്നും നാശമായിട്ടില്ല. അത് കാരണം പിന്നെ തല തിരിഞ്ഞവന്മാരിടുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും.
രാജേട്ടൻ പപ്പേരെ അടുത്ത് പോയിട്ട് അവിടെ സ്റ്റാറും അതൊക്കെ ഇട്ട് കൊടുത്തു. അതിന്റെ നമ്മൾ ആ തൃശ്ശൂർ ഉണ്ടായിരുന്നപ്പോ നമ്മൾ പോയിട്ട് കണ്ട അതിന്റെ ഡേക്കോടെ കണ്ട ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോ ഈ ചട്ടി ഒന്ന് അവനെ മറച്ചിട്ട് കുറുമ്പ് കാണിക്കണം, അല്ലെങ്കിൽ ഇന്ന് ഉറക്കം വരില്ല. ആരവിടെ കുമ്പ് കാണിക്കുന്ന ആള്? ജിങ്കിൾ ബെൽ ജിങ്കിൾ. എന്റെ പൊന്നേ, ജിങ്കിൾ ബെല്ല് എവിടെയാ? ജിങ്കിൾ ബെല്ല് നോ. അടി ഇവര് അടിച്ച് ഗൈസ്. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ സ്റ്റാർ ഇട്ടോ? എല്ലാവരും ഡിസംബർ 1-ാം തീയതി ഇടും. ഞങ്ങൾ ഈ കൊല്ലം നോക്കി, പക്ഷെ ഇവന് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഏകദേശം 3-ാം തീയതി കഴിഞ്ഞു അല്ലേ? ഡിസംബർ 3 ഇന്ന്. അപ്പൂസിന് നാളെ എക്സാം? നാളെ ഇല്ല. അമ്മൂസിനാണ് എക്സാം അല്ലേ? നിന്റെ എക്സാം എന്നാ? എക്സാം 12-ാം തീയതി. അപ്പൊ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികൾ ഉണ്ടാവും. എങ്കിലും വീട്ടിൽ സ്റ്റാറും ലൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടാവും നിങ്ങള്. അതൊരു സന്തോഷം കണ്ട. ഇവിടത്തെ ക്രിസ്മസ് കുട്ടികൾ തുള്ളി ചാടി 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 മറിഞ്ഞ് തലകുത്തി വീണാണ്. അയ്യോ എന്റെ പയറ് കൂട്ടാൻ കരിഞ്ഞിപ്പോ കരിക്കട്ടയുണ്ട്. അപ്പോഴേക്ക് ഇത് ചാടും. അപ്പോ കരിഞ്ഞത് പോയിട്ട് എടുക്ക്. അടിയില് പിടിച്ചു, അടിയില് പിടിച്ചു അമ്മ അണ്ണം നിങ്ങൾക്ക് മണം കിട്ടാത്ത ഭാഗ്യം. ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ പിന്നെ ഇത്തിരി വെള്ളമൊക്കെ തൂവിട്ട് ഒഴിക്കുക. പിന്നെ കുഴപ്പമില്ല, വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാന്ന്. വേറൊരാള് വരുന്നുണ്ട്. കുറച്ച് 2 മിനിറ്റ് പോയി. ചിമ്പ് എന്താ സംഭവിച്ചെന്നറിയ ഓടി വരുന്നു. നാളേക്ക് ജാക്സണിലേക്ക് ഇവർക്ക് ചോറ് കൊണ്ടുപോകണം. അമ്മച്ചിയുടെ ജാക്സൺ, മമ്മി ജാക്സൺ എന്നാണ് പറയാ. അപ്പൊ പിന്നെ എന്താ പറയാ, നിങ്ങളുടെ വീട്ടിലെ അപ്പൊ ഞാൻ ഓഫ് ചെയ്ത് വെക്കട്ടെ. പയറുപ്പേരി നാളെ പുട്ടിനുള്ള പാത്രം വെള്ളമൊക്കെ ആക്കി സെറ്റ്. രാവിലെ എണീക്കുമ്പോ ഇന്ന് പുട്ടാണല്ലേ ഇത് കാണുമ്പോ മനസ്സിലാവണ തെറ്റുണ്ട് പറയാണ്ട് ദോശ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ നാളേക്കുള്ള പുട്ട്. പിന്നെ പഴം മിച്ചു വന്നപ്പോ മേടിച്ചു കൊണ്ടുണ്ട്. നീ എന്താ സന്തോഷം കണ്ടോ എന്റെ? കയ്യും കാലവും വാൽനക്ഷത്രം പറഞ്ഞടാ. കിഴക്കുദിച്ച വാൽനക്ഷത്രം നമ്മുടെ വീട്ടിൽ ഉദിക്കാൻ പോവാണ്. കിഴക്കാണോ വാൽനക്ഷത്രം ഉദിക്കണ? കിഴക്കുദിക്കേ ആണോ? സോറി. ചക്കര മോന നമ്മള് ആട്ടുമ്പോ പറഞ്ഞ വരികളാവും പറഞ്ഞ. അതാത് ഏകദേശം എത്ര മണിയായിട്ട് അപ്പൊ നോക്കിയ? 10 മണിയാളായി. 10 മണിയാവാറായിട്ട് ഒരു കുട്ടി കിടന്ന് ഉറങ്ങാണ്ട് കിടന്ന് കളിക്കുന്നുണ്ടോ ഗൈസ്? പിന്നെ ഇതൊക്കെ കണ്ടാവും ഹാപ്പി അവിടെ. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലോ. അഭിജിത്തൊക്കെ അയ്യോ സങ്കടൊക്കെ ആയിട്ട് ചിമ്പുന് മറ്റേ ഗുളിക മരുന്ന് ഉണ്ട് ഈ കിട്ടാനായിട്ട്. ചിമ്പു ഉഷാറാണ്. 5 ദിവസം കൊടുത്താൽ മതി മരുന്ന്. അപ്പൊ ഓക്കെ. സ്റ്റാറൊക്കെ ഇടാത്തവരുണ്ടെങ്കിൽ ഇടണം. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ അവർക്ക് അതൊരു സന്തോഷമായിരിക്കും. വീട്ടിലൊക്കെ അവിടെ വിച്ചുന്റെ അച്ഛൻ സ്റ്റാർ ഇടാറുണ്ട്. വിച്ചുന്റെ പെങ്ങളുടെ വീട്ടില് അമ്പാടി മറ്റെന്തിടാ ക്രിബും അങ്ങനത്തെ സ്റ്റാറും ട്രീയും അങ്ങനത്തെ ഒക്കെ വെക്കാറുണ്ട്. ശ്രീദേവി അടിക്കോളൂ. ചേട്ടന്റെ മോനാടാണെന്ന് അതിന്റെ ഇടയില്. ചേട്ടന്റെ മോനും ആടാട്, മമ്മിയുടെ മോനും ആടാട്, അപ്പയുടെ മോനും ആടാട്, ജാതി ഇഷ്ടം. ചിമ്പുന്റെ മോനും ആടാട്.
സിംബൻ ആരൊക്കെ നോയമ്പ് എടുത്തിട്ടുണ്ട്? കമന്റ് പ്ലീസ്. ഞങ്ങള് സത്യം പറഞ്ഞാൽ ഞങ്ങള് എടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങള് ഡേറ്റ് തെറ്റിപ്പോയി. എനിക്ക് ഞാൻ തിങ്കളാഴ്ച 1-ാം തീയതി വെച്ചു. 2-ാം തീയതി 1-ാം തീയതി വെച്ചിട്ട് 1-ാം തീയതി ചിക്കൻ വെച്ചു. അപ്പൊ അത് കാരണം ബിരിയാണി വെച്ചു. ബിരിയാണി വെച്ചു. അപ്പൊ പിന്നെ അത് കാരണം അല്ലെങ്കിൽ ഞങ്ങള് കുഞ്ഞു നോയമ്പ് എടുക്കാറുണ്ട്. കുഞ്ഞു നോയമ്പ് വലിയ നോയമ്പ് എടുക്കാറില്ലേ? പോയിട്ട് മുട്ട അടിച്ചു വന്നേക്കണത് നോക്ക് ഗൈസ്. ഒരു മുട്ട തളയത് നോക്ക് ഗൈസ്. അയ്യോ അത് പറയാണ്ടിരിക്കും. പ്രതികള് രണ്ടാളും ഗൈസ് അപ്പനും മോനും കൂടി തന്നിഷ്ടത്തിന് പാതിരാത്രിക്ക് എന്റെ അടുത്ത് തല്ല് കൂടിയിട്ട് മുടി വെട്ടി. അപ്പൊ ഞാൻ ഇവിടെ സ്ഥിരം പറയണ സ്റ്റൈലിലാണ് അവനെ കൊണ്ടുത്തുന്ന നടന്നേ. എന്റെ ഇഷ്ടത്തിന് അവന്റെ ഇഷ്ടത്തിന് വെട്ടുന്നൊക്കെ പറഞ്ഞ് പോയി വലിയ കുൺസാൻഡർമാരായിട്ട് പോയി മൊട്ട അടിച്ച് ഏതൊരു ബംഗാളി നശിപ്പിച്ച് വിട്ടിട്ട് എല്ലാ സലൂണുകളും കയറി തുടങ്ങി. ഞാൻ പോവാറുള്ളൊരു കടയുണ്ട്, ഞാൻ പോവാറുള്ള കടയുണ്ട്. അപ്പൊ അവിടെ പോയപ്പോ വെട്ടണ ആള് എനിക്ക് വെട്ടണ ആളല്ല. കഴിഞ്ഞ വട്ടം പോയപ്പോ അവിടെ ഉണ്ടാകുന്ന ഒരു കടി ആള് നന്നായി വെട്ടി. പക്ഷെ ഇവൻ കാണിച്ചെന്ന കടയുണ്ടോ ഇവന് ഒറ്റ അല്ല. ഇതില് വേറെ വിറ്റത്തില്ലെന്നറിയോ? ഞാനാണ് ഫസ്റ്റ് കയറിയത്. ഞാനോട് പറഞ്ഞു സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കണേ. അല്ല ഇത് അതല്ല. അപ്പൂന്റെ എങ്ങാനും എങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ വീട് വിട്ടു പോയ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്കറിയാം. എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ മൊട്ടടിക്ക് എന്തുവാണെങ്കിൽ അയക്കാം. എന്റെ അപ്പൂസിന്റെ മുടി എങ്ങാനും ഇങ്ങനെ അയാള് ചെയ്ത് വെച്ചെങ്കിൽ ഞാൻ നിന്നെയും കൊണ്ട് കടയിലേക്ക് പോകും. അല്ല ഇത് എന്നിട്ട് വെട്ടാൻ പോയി. വെട്ടി ആള് വന്നിരുന്നു. നീ പറഞ്ഞാ മതി, ഞാൻ വെട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. പറയുന്നവര് കേക്കും. ഞാൻ ഒരു വെട്ടായിരുന്നു. ആള് ചോദിച്ചു എങ്ങനെയാ വെട്ടണ ചോദിച്ചു. മൊട്ടത്തലയൻ കട്ടപ്പ. ഞാൻ പറഞ്ഞു 0 0 1 2 അല്ല പറഞ്ഞു. ആദ്യം സീറോട്ട് അടിച്ചു പിന്നെ വന്നിട്ട് സീറോട്ട് അടിച്ചാൽ സീറോട്ട് ആള് ട്രിമ്മർ കൊണ്ടുവന്നിട്ട് ഇതിലൊട്ട അങ്ങനല്ല ഇങ്ങനെ ഒറ്റ വെപ്പ്. അപ്പൊ ഇവിടുത്തെ സുണ്ടില്ല പകുതി. പിന്നെ ആള് തീരെ പിന്നെ എനിക്ക് മനസ്സിലായി പണി പാളി. ലാസ്റ്റ് പോയി. പിന്നെ ഞാൻ വിചാരിച്ചു അവൻ എത്രത്തോളം ചെയ്ത് വരട്ടെ, എത്രത്തോളം ആവണവരെ ഇരിക്കാന്ന് വെച്ചു. മൊട്ടടിക്കായിരുന്നില്ലേ അവോ? ആള് ചോദിച്ചു മോളില് ഇതിൽ വേണ്ടത് മൊത്തത്തില് നാശിപ്പിച്ച്. ഞാൻ പറഞ്ഞേ അന്റമ്മ സ്റ്റാർ ഇടറ കാവിന് ഗൈസ് അങ്ങനെ തന്നെ വേണം. എന്തായിരുന്നു കുന്തളിപ്പ്? മര്യാദക്ക് പറഞ്ഞാൽ ഞാൻ പോണ്ട ശനിയാഴ്ച. ഇവന്മാരെ കൂടെ ഞാനും കൂടെ പോയി ആ വെട്ടണ ആൾക്ക് ഹിന്ദി ആണെങ്കിലും കന്നഡ ആണെങ്കിലും തെലുങ്ക് ആണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഞാൻ പറഞ്ഞ് കറക്റ്റ് കൊടുക്കണ ഒരു പോർഷൻ ഉണ്ട്. അത് ഞാൻ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ 4 ഫിംഗേഴ്സ് ലയൺ, ബാക്ക് സൈഡ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ അവര് ഓക്കെയാണ്. അതുപോലെ മറ്റേ പൽക്കത്രിക വെച്ചിട്ട് ഓൺലി അണ്ടർ ഹെയർസ് മോളിലേക്ക് എടുക്കരുത്. അപ്പന്റെ സ്റ്റൈൽ അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഈ രണ്ടുപേരുടെയും ചെയ്യിച്ച് കൊണ്ടു നടന്ന ഞാൻ തന്നിഷ്ടത്തിന് അപ്പനും മോനും കൂടെ പോയിട്ട് മൊട്ടത്തലയൻ കട്ടപ്പ കണ്ടോ കട്ടപ്പ അങ്ങനെ എന്നെ ഞാൻ പറയുന്നത് കേക്കാണ്ട് ചെയ്ത എന്ത് കാര്യം നിന്റെ നേരെ നിന്റെ തലങ്ങാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പൊ ശരി. അത് ഞാൻ പറഞ്ഞപ്പോ മഴ വീണ്ടും പോണ്ടാ നീ പറഞ്ഞിട്ടുണ്ട് കളിക്കാൻ വന്നു ഗായ്സ് ഞങ്ങൾ. പൂർവ്വസംഘം കണ്ട അവിടെ കുട്ടിണ്ടെന്ന് മനസ്സിലാവും. ഒക്കെ പറിച്ചങ്ങനെ കയറ്റിയോളാം. അല്ല മനുഷ്യൻ വീടിന്റെ പുറത്തൊക്കെയുള്ള ടോയ്സ് ഒക്കെ എല്ലാം പറക്കി അകത്ത് വെച്ച് ഈ വീട്ടില് കുട്ടികളില്ല. 10-20 വലിയ ആൾക്കാരാന്നറിയാം. പമ്പൻ ചെരുപ്പുകൾ വലുതൊക്കെ പുറത്തിട്ട് ഞാനാരാ മോള് തെറ്റിദ്ധരിപ്പിച്ച് നിക്കുമ്പോ കൊച്ചിന്റെ എല്ലാ ടോയ്സും പുറത്ത്. എന്താ ചെയ്യാ ഗൈസ്? ഈ പറയുന്ന ഭ്രാന്തന്മാരുടെ ഇടയിൽ കിടന്ന് വായിട്ടടിച്ച് ഭ്രാന്തിയായി ഡിപ്രഷൻ മൂത്ത് മെന്റലായി. അത് പറയണ്ട, മെന്റലായി പറയണ്ട. അത് ജന്മനുണ്ടായിരുന്നോ? അപ്പൊ നിങ്ങൾ സ്റ്റാർ ഇട്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. സ്റ്റാർ ഇടാറുണ്ടോ എന്നൊക്കെ നിങ്ങൾ പറയണം. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാസമാണ് ഡിസംബർ, ജനുവരി. ഭയങ്കര ഇഷ്ടമുള്ള മാസങ്ങളാണ്. ചെറുപ്പം തൊട്ടേ മേലെ ആ ക്രിസ്മസ് കാലത്തിന്റെ കാറ്റും കാര്യങ്ങളും. സത്യം പറയാലോ ഇപ്പൊ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ക്രിസ്മസ് കാലത്തിന്റെ ഒരു പ്രത്യേകതര പാലട മണം ഒക്കെ ആയിട്ടുള്ള ഒരു കാറ്റുണ്ടാവാറുണ്ട്.
ഇവിടെ ഒരു കാറ്റ് കുത്തുന്നു ഞാൻ കണ്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസം ഒക്ടോബറാ. അതെന്തത് മാതാവിന്റെ മാസം? അത് കാരണം ഒക്ടോബർ. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം മാതാവിന്റെ മാസം മാത്രമായിരുന്നു ഇവിടെ മനസ്സമാധാനം. ഞാൻ അത് കാരണല്ല, ഒക്ടോബർ എന്തോ വേറെ വൈബ്. ഒക്ടോബർ വേറെ വൈബ് എന്തിട്ടത് ആവോ അവന്റെ പെണ്ണിന്റെ ബർത്ത്ഡേ ആവും. അയ്യേ അങ്ങനെ ജന്മത്തിലുണ്ടായിട്ടില്ല. കൂട്ടുകാര് ഞങ്ങളോട് പറയണം. ആ ശരി സമ്മതിച്ചു. അങ്ങനെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അപ്പൂസിന് ഒരുപാട് എന്താ പൂച്ച പറയാ, ലവ് ലെറ്റർ അല്ല, ലവ് ലോലിക്ക മിണ്ടാണ്ടിരുന്നോ? ഏത് പ്രപ്പോസ് ബന്ധുക്കളാ? ഒരു ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞ്, അയ്യോ കുഞ്ഞുണ്ണീശോ എന്ന് പറഞ്ഞതാ. കുഞ്ഞുണ്ണീശോ എന്ന് പറയാൻ പറ്റില്ലേ? കൂടുതൽ സംഘം കണ്ടാ കുട്ടീൻ്റെ മനസ്സിലാവും. കുഞ്ഞുണ്ണീശോ നിങ്ങൾ പറഞ്ഞാ കുഞ്ഞുണ്ണീശോ കുഞ്ഞുണ്ണീന്നല്ല പറയാൻ പറഞ്ഞ കുഞ്ഞുണ്ണീശോ. കുഞ്ഞുണ്ണീശോ നീ പറയ്. നീ പറഞ്ഞേ. കുഞ്ഞുണ്ണീശോ എനിക്ക് പറയാൻ പറ്റും കുഞ്ഞുണ്ണീശോ. ഭാഗ്യം. നേരത്തെ ഒരാൾക്ക് നീ എന്നിട്ട് ഇവിടെ നൂല് തങ്കിടും അവിടെ നൂല് തിങ്കിടുന്ന കുഞ്ഞേട്ടാ എന്ന് ടൈപ്പ് ചെയ്താ. എന്റെ വല്യ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ അറിയാണ്ട് കുഞ്ഞാട്ടാന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് ഞാൻ അറിഞ്ഞില്ലേ. ഞങ്ങളുടെ അത് വീണ്ടും പറഞ്ഞു, വീണ്ടും ടൈപ്പ് ചെയ്തു. എനിക്ക് മനസ്സിലാവുള്ള ഇതിലെ തെറ്റെന്താണ്. അപ്പൊ എന്റെ ടൈപ്പ് ചെയ്ത് ബാപ്പന്റെ മോനല്ലേ പറഞ്ഞ മൈനിക്കും എന്തിനാ മൈനി ചെറിയ ടൈപ്പ് ചെയ്ത് അത് തന്നെയാണോ എന്ന് ചോദിച്ചു. ഇതിനിപ്പോ തെറ്റ്. ലാസ്റ്റ് മാമ വിളിച്ചു പറഞ്ഞു, നീ എന്തൊരു ടൈപ്പ് വെച്ചു. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ഫോണിൽ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ എന്റെ അമ്മൂസിനും കുഞ്ഞോൾക്കും ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം എന്ത് ഇത് ഞാനാണ് ടൈപ്പ് ചെയ്യണേ അല്ലേന്ന്. എന്റെ ഒരു ലാംഗ്വേജ് സ്റ്റൈലാണെങ്കിലും അതില് ഇപ്പൊ ഒരുപാട് സ്പെല്ലിംഗ് അപ്പോൾ അതാണോ എങ്കിൽ ശരി എന്നൊക്കെ പറയണേലും ലോഡ് തെറ്റുണ്ട്. അത് ബൈക്കാട്ട് ഒരുപാട് ഉപയോഗിക്കുന്നവർക്ക് തെറ്റാണ്ട് അവർ ചെയ്യും. ഞാൻ ഫോണിൽ അങ്ങനെ ഇരിക്കുന്ന ആളല്ല, പ്രത്യേകിച്ച് ചാറ്റ് ചെയ്യാനോ അങ്ങനത്തെ അല്ലെങ്കിൽ ഏത് നേരം ഫോൺ വിളിച്ചിരിക്കാനോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളാണ്. പക്ഷെ ഒരാളെ കണ്ട വർത്താനം പറഞ്ഞ വീടില്ല, ഒരുപാട് സമയം വർത്താനം പറയും. എനിക്ക് ഫോൺ റിലേഷൻസ് ഒട്ടും വിശ്വാസമില്ലാത്ത ആളാണ്. ഫേക്ക് ഇത് വന്നു, അടുത്ത ഫേക്ക് അവിടെ നശിപ്പിച്ച് വെച്ചിട്ട് വന്നിട്ടുള്ള അഹങ്കാര കട്ടപ്പ. കാശ് ഈ കട്ടപ്പ സ്റ്റൈൽ എങ്ങനെയുണ്ട്? താടിയും കട്ടപ്പ എങ്ങനെയാ ഈ താടിയും ഈ മുടി ആ മുട്ട അടിച്ചതാൻ പോയിട്ട് ന്യൂ ഇയർ റൊമാൻസ് എങ്ങനെയുണ്ട് നോട്ടെ. എന്താ മുട്ടടി എന്റെ ചിമ്പ് താടിച്ചു അടിച്ചു നോക്ക്. പുറത്തെ ഗേറ്റിലേക്ക് ഉള്ളിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തോ? ഓഫ് ഓൺ ചെയ്. ഐ മണ്ടൻ. രണ്ടാമത്തെ ആയിരുന്നു പല കളറ്, നശിപ്പിച്ചു. ആ ഒരു ഫ്ലോ പോയി. ഓഫ് ചെയ്യോ? ഓൺ ചെയ്. വീണ്ടും ഒരൊറ്റ മതി മതി. ഏയ് 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 ഞങ്ങളെ ക്രിസ്മസ് ബാപ്പ ക്രിസ്തുമസ് വന്നേ, ക്രിസ്തുമസ് വന്നേ, പള്ളിയിലെ ക്രിസ്മസ് ബാപ്പ ക്രിസ്തുമസ് വന്നേ. ഇനി ഇപ്പൊ സ്റ്റാറും ലൈറ്റും കിട്ടും. ഡിസംബർ 1 ഇടാറുള്ളതാണ് കാണിക്കുക. അപ്പൊ പക്ഷെ നമ്മള് ഈ വിച്ചുവിനും മുടക്കില്ല ലൈറ്റ് ആയിട്ടൊക്കെ വരണേ. അപ്പൊ അയച്ചു നമ്മ കളിക്കാം. ആദ്യത്തിന്റെ എല്ലാവരും പകുതി ദിവസം കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ വെക്കാനുള്ള സാധനം ട്രീ വെക്കണം. ഈ ആഴ്ച കഴിയുമ്പോ നമ്മള് വെക്കും. നമ്മളെന്താന്ന് പറയാ, നമ്മള് സാധാരണ ക്രിസ്മസിന് 4-5 ദിവസം മുന്നാണ് ഈ ക്രിബൊക്കെ വെക്കുക. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്യണത് നമ്മളിങ്ങനെ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ടാണ് നമ്മൾ നേരത്തെ അത് ചെയ്ത്. ഉണ്ണീനെ മാത്രം വെക്കില്ല. ഉണ്ണീനെ ക്രിസ്മസിന്റെ അന്ന്
പാത്രകുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ വെക്കാറ് പിള്ളേരെ കൊണ്ട്. പക്ഷെ ബാക്കിയുള്ളവർക്ക് നമ്മൾ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കും. കാരണം നമ്മളുടെ ഈ ഒരു മന്തിലെ ഫോട്ടോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന്റെ മുന്നിൽ നിന്നിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയാ, പിന്നെ വെച്ച് ഞങ്ങൾക്ക് എന്തോ ഒരു സാധനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞത്. നീ എന്നെ ഇടിച്ചു കൊല്ലാനാണോ അമ്മേ? പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ കൂടെ ഇടി കൂടാനാണ്. അതിന് എന്തിനടിക്കുന്നേ? ബർത്ത് ടാക്സ് ആദ്യം ഇപ്പൊ വിജയന്റെ ലിയോ മറ്റേ താമരപ്പൂ പാട്ടില്ലേ, ആ സാധനത്തിന് മറ്റേ ഫുള്ള് റെസ്റ്റോറന്റിൽ അടി. അത് കണ്ട് ഇപ്പൊ ഫുള്ള് ഫൈറ്റ് ആണ് ഇവിടെ. ഇവൻ കാണുന്നത് മൊത്തം ഇടിപ്പടാ. ഇവൻ കാണുന്നത് രജനികാന്ത് മാത്രം ഓൺലി. പിന്നെ മറ്റേ വേടന്റെ പാട്ട് കടല്ലമ്മ കരഞ്ഞല്ലേ പറ്റത് ചേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ കുതന്ത്രതന്ത്രമാണ്. പിന്നെ ഒരു കാര്യം പറയണ, എല്ലാ ട്രെൻഡിങ് സോങ്ങും അവൻ പാടുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ എന്തെങ്കിലും വീഡിയോ എടുക്കുന്ന വിചാരിച്ചിട്ടുണ്ട്. എല്ലാ ട്രെൻഡിങ് സോങ്ങും ഡിവോഷണൽ സോങ്സും ഒക്കെ അവൻ പാടുന്നുണ്ട്. ഇടിച്ചു വീണതാ, അതൊക്കെ ഇടിച്ചു വീണതാ സ്വയം വന്നിട്ട് പിന്നെ ചേട്ടനടിക്ക് ചേട്ടനെ ഞങ്ങളുടെ 2 സ്റ്റാറുകളാണ് ഗൈസ് ഈ കാണുന്നത്. കൊണ്ടില്ല, എന്നാ കൊള്ളിച്ചിട്ട് പോവാം. മറ്റേ റോബിനാവാൻ പഠിച്ചതാ, ഡോക്ടർ റോബിൻ. ഡോക്ടർ റോബിന്റെ പടത്തിന് 2 വാച്ച് ഉണ്ടായിരുന്നു. ഒരെണ്ണം ടൈം ട്രാവലിന്, ഒരെണ്ണം ഇപ്പോഴത്തെ. പുതിയ പടം ഇറക്കണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടാവും അന്ന്. രാവണ പ്രഭു, രാവണ യുദ്ധം. അപ്പൊ ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. പിന്നെ ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാം. അടിപൊളിയായിരുന്നു വിചാരിക്കുന്നു. അതെ, കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുതിച്ച കള്ളു കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്രതന്ത്ര ഓൺ ചെയ്യാൻ ഓൺ ചെയ്. അപ്പൊ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്തുമസിന്റെ നമ്മുടെ ആരംഭം, ഇവിടുത്തെ തുടക്കം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി വഴിയെ വഴിയെ വരും. അപ്പൊ ഇനി നമ്മൾ ഉള്ളിൽ പോയിട്ട് ഇവർക്ക് എന്തിട്ടേക്ക് ഉണ്ടാക്കി കൊടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവാലം പോകുന്നുണ്ട് അകലെ അകലെ മുകില്. ചിമ്പു ചിമ്പു നോക്കിയേ, ചിമ്പൻ. പാലൈസ് കിട്ടി ചിമ്പന്. അത് കടിച്ചോട്ട് തിന്നിട്ടോ കടി. ചിമ്പൻ മമ്മീസ് റൂൾ. മമ്മി ബട്ടർഫ്ലൈനല്ല, അവൻ എല്ലാത്തിനും കൊല്ലും. ഗൈസ്, ആദ്യ ബട്ടർഫ്ലൈനെ കൊന്നാ നീ പാവം. 2 റോബസ്റ്റ് പഴം
റോബസ്റ്റ് ഒരുവിധം ഞങ്ങളോട് കഴിക്കാൻ പറയും. ബെസ്റ്റ് പരത്തിൽ റോബസ്റ്റ് എടുക്കില്ല. അത് ഇരുന്ന് ഇരിക്കണം, അതാണ് പൊന്നിന്റെ റൂള്. ക്യാൻസർ. ഹലോ ചിത അപ്പൂന്റെ ഒന്നല്ല, അപ്പൂ എടുക്കാവുന്നില്ല. കുറച്ച് വിരാട് കോഹ്ലി ജിമ്മെടുക്കായി. ഞാനിപ്പോ ഇതൊന്നും കുടിക്കാറില്ല. ഞാൻ ഇപ്പൊ വെറുതെ പാല് തിളപ്പിച്ച് കുടിക്കാം, അല്ലെങ്കിൽ പച്ചക്ക് കുടിക്കും. പച്ചക്ക് പാല് ഒന്ന് പോയാളത്. മറ്റൊരു റീലില്ലേ, മറ്റേ ബ്രാൻഡി ജവാൻ ടോവിനോ. ആ മിക്സി അപ്പനെ പ്രാവി കൊന്നുണ്ടാവും. ഒന്നും ആയിട്ടില്ലല്ലേ. പാതി മാൻ പവർ. മാൻ പവർ. Once more. Yes. Smoothie. ചിമ്പൂന്റെ മരുന്നാണ് ഗൈസ്. ഇതിന്റെ ഇടയിൽ ചിമ്പു കൂടെ ചിമ്പു കാണണ്ട, ചിമ്പു കണ്ട കഴിക്കില്ല. ഒന്നുമില്ല. ചോക്ലേറ്റ് അപ്പുറത്തുനിന്ന് നോക്ക്. ഇതെന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്. ചിമ്പു ബല ബല. ഒരു മിക്സിംഗ് ഉണ്ട് മോനെ. ചിമ്പു പട്ടിക്കും മിഷൻ സക്സസ്ഫുൾ. സന്തോഷം. ഞാൻ പാപ്പ കഴിച്ച എന്നുണ്ട് അടിപൊളി. സൂപ്പർ. സന്തോഷായി. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ ക്രിസ്മസ് വ്ളോഗ് അതെ നമ്മുടെ ക്രിസ്മസ് വ്ളോഗ്. അപ്പൊ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. കുശുമ്പ് കുശുമ്പ് എന്റെ മടിയിൽ വന്ന് കളിക്കാൻ നോക്കിയതിനുള്ള കുശുമ്പാവില്ല. എന്റെ കൂടെ കളിക്കുക, ഇവന് എന്റെ കൂടെ കളിക്കുക. നോക്ക്
ആദ്യം എന്റെ മോനാണ് ചിമ്പുനെ എന്റെ അടുത്തേക്ക് വിടില്ല. പക്ക നീ പക്ക അവിടെ പക്ക ചിമ്പു ചിമ്പു ചിമ്പുന്റെ അടുത്ത് കുശുമ്പായിട്ട് കുശുമ്പ് കുച്ചുമ്പ് 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 അടി ചിമ്പു ടിമ്പു. അവന്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് ഒന്നും ചെയ്തില്ല. നമ്മളവരെ എന്നും കണ്ടു വർത്തമാനങ്ങളില്ലല്ലോ. പക്ഷെ നമ്മൾ സ്ഥിരം ഇവിടെ അടുത്തുള്ളവരെടുത്തോ അല്ലെങ്കിൽ അങ്ങനെ വേറെ കുറച്ചധികം നേരം സംസാരിക്കുക, സ്ഥിരം സംസാരിക്കുക, സ്നേഹിക്കണ കണ്ടവര് അപ്പം കുശുമ്പായിട്ട് പോണ്ടാടെ കൂടെ ഏട്ടായ കൂടെ പോവാണ്. ചിമ്പു ചില സമയത്ത് ചിമ്പുനും ചിമ്പാതിനൊന്നും ചെയ്യില്ല. ചിമ്പൂന ആദ്യം എടുത്ത് എന്നോട് സങ്കടം പറയാ ചിമ്പു ആമയുടെ പൊന്ന അതിന്ന 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 കുച്ചുമ്പ് കുച്ചുമ്പ് കുശുമ്പന്മാരുടെ ഒരു മോട്ട ചിമ്പു അതിനു ചിമ്പുനെ ഉന്തി ഡസ്റ്റോ ചിമ്പുലിട്ടല്ല നമ്മുടെ ചിമ്പു കുറ്റന്നെ. നമ്മുടെ ബുദ്ധിന് ചെയ്യിക്ക നമ്മ തരാൻ കുടിച്ചിട്ട് ലാസ്റ്റ് അമ്മ ഒഴിച്ചു തരാൻ മോന് ഒഴിച്ചു തരാൻ. ആ ചിമ്പുനെ കുശുമ്പ് കൊണ്ട് ഉണ്ട് പതുക്കെ കുശുമ്പായി പോണ പിന്നെ കുശുമ്പായിട്ട് നോക്കി കാണി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ അമർത്ത. അപ്പൊ ഗൈസ് അപ്പൊ ബൈ. അപ്പൊ ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നല്ലൊരു ഡിസംബർ മാസം ആയിരുന്നു. ചിമ്പൂര് ഞാൻ ചിമ്പു. അപ്പൊ എല്ലാവരും കഴിച്ച് അടിപൊളിയായിട്ട് ഇരിക്കട്ടെ. അപ്പൊ ടാറ്റ ബൈ ബൈ. ബൈ. ഗുഡ് നൈറ്റ്. ഹാപ്പി ക്രിസ്മസ്.